കാണുന്നുണ്ടല്ലോ നിങ്ങൾ ECG? ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഈ ക്ലാസ്സിൽ പുതിയ ആൾക്കാരുണ്ടോ? ജസ്റ്റ് ചാറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി. PPT കാണാവോ? കാണാവോ? കാണാം. പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടോ? പുതിയതായിട്ടുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യം, ECG എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോർമൽ മനസ്സിലാക്കണം. നോർമലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ PQRS ഏതാണ്ട് ഈ അപ്വേഡാണ് പഠിച്ചു വെക്കുന്നത് എങ്കിൽ പോലും ചില ലീഡുകൾ നോർമലി തന്നെ തലതിരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്കൊരു ധാരണ വേണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഞാൻ ഇങ്ങനൊരു സംഭവം അവിടെ കാണിച്ചിരുന്നു. ലീഡ് 1 അപ്വേഡാണ്, ലീഡ് 2 അപ്വേഡാണ്, ലീഡ് 3 അപ്വേഡാണ്. ഇത് നോർമലി അപ്വേഡേ നിൽക്കാവൂ, അല്ല ഡൗൺവേഡ് എന്തെങ്കിലും നിൽക്കുവാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. പക്ഷേ AVRനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നോർമലി തന്നെ അത് തലതിരിഞ്ഞേ നിൽക്കാറുള്ളൂ. അത് ഹാർട്ട് കുറച്ച് ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. പിന്നെ AVLലും AVFലും കുഴപ്പമില്ല, ECG അപ്വേഡ് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ V1 തൊട്ടുള്ള ലീഡുകളിലുള്ള പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചിരുന്നു. R വേവിന് തീരെ ഹൈറ്റ് കുറവായിരിക്കും V1 ലീഡിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഗ്രാജുവലി ഹൈറ്റ് കൂടി വരുമെന്ന് പറഞ്ഞു. V1ൻ്റെ ഹൈറ്റ് അല്ല V2ൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂടും, V3ലാകുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂടും, V4ലാകുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂടും, V5 ആകുമ്പോൾ ഒരു ഏകദേശമൊക്കെ ഒരു ലെവലാവും, V6 ആകുമ്പോൾ അത് ടോപ്പ് ലെവലിലേക്ക്, നോർമൽ ECG ലെവലിലേക്ക് അതിൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഇത്രയും കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നോർമലി ഒരു ECG എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഓക്കെ ആണല്ലോ? അപ്പം ഞാൻ R വേവിൻ്റെ ഹൈറ്റ് കൂടുന്ന നോർമൽ മോർഫോളജിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. R വേവിൻ്റെ ഹൈറ്റ് ഇവിടെ കുറവാണ്. അത് കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടുന്നുണ്ട്. ദെൻ V3ലാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കൂടും. ഏകദേശം രണ്ടും R വേവ് S വേവ് ഒരേ ഹൈറ്റിൽ നിൽക്കുകയാണ്. V4ലാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുന്നു, V5 ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുന്നു, V6 ആകുമ്പോഴത്തേക്ക് അതിനു മുമ്പുള്ള ECGയുടെ ലെവലിൻ്റെ അതേ ഹൈറ്റിലേക്ക് R വേവ് എത്തിച്ചേരും. ഇത്രയും കാര്യങ്ങളാണ് നോർമൽ. ഇനി നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കാൻ പോകുന്നത്, ഈ ഡോക്ടേഴ്സൊക്കെ ECG ഉണ്ടല്ലോ, ECG ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ അതിശയത്തോടു കൂടി ഇത്രയും പെട്ടെന്ന് ഇത്രയും ചെറിയ സാധനങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കി എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ക്യൂരിയസ് ആയിട്ട് അവരെ നോക്കും. മനസ്സിലായല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ നോർമൽ ECG ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് നമുക്കൊന്ന് ആദ്യം ചെക്ക് ചെയ്തേച്ച് പോകാം. നോർമൽ ECG എന്ന് പറഞ്ഞപ്പോൾ ലീഡ് 1, ലീഡ് 2, ലീഡ് 3 എല്ലാം അപ്വേഡാണ്. പക്ഷേ AVRൽ നോർമലി തന്നെ തല തിരിഞ്ഞിരിക്കുകയാണ്. ദെൻ AVLലും AVFലും അപ്വേഡാണ്. V1ൽ നമ്മൾ നോക്കുമ്പോൾ R വേവിന് ഹൈറ്റ് കുറവാണ്. ദെൻ R വേവിന് ഹൈറ്റ് കൂടി വരുന്നു. V3 ആകുമ്പോൾ കുറച്ചുകൂടെ കൂടി വരുന്നു. V4 ആകുമ്പോൾ കൂടി ഏകദേശം ലെവലായി വരുന്നു. V5ഉം V6ഉം ഹൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ നോർമലായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു പാറ്റേൺ. ഇനി നമ്മൾ പറയുന്നത് ഇവരാദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം റേറ്റിൻ്റെ കാര്യമാണ്. ഈ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. റേറ്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. റേറ്റ് കണ്ടുപിടിക്കാൻ 300 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ 2 R വേവിന് ഇടയിലുള്ള ലാർജ് സ്ക്വയർ എത്രയാണ് അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ECGയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലീഡ് 2ലാണ്. ലീഡ് 2ലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടും നമുക്ക് വിസിബിൾ ആവുന്നത്. ഓക്കെ. അപ്പോൾ ഈ ലീഡ് 2ലേക്ക് ഇവരൊന്ന് നോക്കും. നോക്കിക്കഴിഞ്ഞതിന് ശേഷം അതിലെ 2 R വേവ് ലൊക്കേറ്റ് ചെയ്യും. ഇവിടേക്ക് നോക്കുക, ഇവിടെ 2 R വേവ്, ഈ ഹൈറ്റുള്ള സാധനമാണ് R വേവ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു R വേവ് ഉണ്ട്, ഇവിടെ ഒരു R വേവ് ഉണ്ട്. ഈ 2 R വേവ് നോക്കുന്നു. R വേവ് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഇടയിലുള്ള ലാർജ് സ്ക്വയർ എത്ര ഉണ്ടെന്ന് നോക്കുന്നു. ആവറേജ് നോക്കുമ്പോൾ 1, ഇത് 1, 2 അപ്പുറവും ഇപ്പുറവും കൂടെ എടുത്തു കഴിയുമ്പോൾ ഏകദേശം 3 ലാർജ് സ്ക്വയറാണ് ഉള്ളത്. 3 ലാർജ് സ്ക്വയർ ആകുമ്പോഴത്തേക്കും 300/3 മനസ്സിലാക്കി കൂട്ടിയാൽ മതി. 300/3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100. അപ്പോൾ നമ്മൾ ഡോക്ടർ ഇങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് റൗണ്ട്സ് ഒക്കെ എടുത്തിട്ട് ധൃതിയിൽ പോകുന്ന സമയത്തായിരിക്കും നമ്മൾ ഓടിച്ചെന്ന് ഡോക്ടറെ ഒന്ന് നിൽക്കുന്ന ഒരു ECG എടുത്തിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയാന്ന് പറയാം. അവർ നിൽക്കും,
നമ്മൾ ECG എടുത്ത് കൊടുക്കും. അവരിങ്ങനെ ഓടിച്ചിട്ട് നോക്കും. നോക്കി കഴിഞ്ഞതിന് ശേഷം ചോദിക്കും, പേഷ്യൻ്റെ വൈറ്റൽസ് നോക്കിയായിരുന്നു ചോദിക്കും. നമ്മൾ നോക്കിയെന്ന് പറയാം, എത്ര ഉണ്ടായിരുന്നു, പൾസ് റേറ്റ് എത്ര ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കിയത് മറന്നു പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ഒരു കള്ളത്തരവും അടിക്കും. നോർമലായിട്ടുള്ള പൾസ് റേറ്റ് 80 എന്നങ്ങ് പറയും. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾ ഒന്നുകിൽ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയപ്പോൾ തെറ്റിപ്പോയി. ഈ വ്യക്തിക്ക് റേറ്റ് 100 അതിലധികവുമാണ്. നമ്മൾ ആകെ ഷോക്ക്ഡാവും. നമ്മൾ പക്ഷേ അംഗീകരിച്ചു കൊടുക്കത്തില്ല. നമ്മൾ പറയും, അല്ല ഞാൻ നോക്കിയതാണ്, ഞാൻ നോക്കിയപ്പോൾ എനിക്കതാ കിട്ടിയത്. അപ്പോൾ പുള്ളി പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യ്, മോണിറ്റർ കണക്ട് ചെയ്യ്. മോണിറ്റർ കണക്ട് ചെയ്യുന്നു, നോക്കുമ്പോൾ 100, 102, 105. ഇവിടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ മിസ്സിങ്ങുകളിലെ അബദ്ധങ്ങൾ പറ്റുന്നത്. നമ്മൾ കള്ളം പറഞ്ഞതാണെന്ന് അവരുടെ മുന്നിൽ അംഗീകരിക്കേണ്ടി വരും. ചെറിയൊരു ഈസി ടെക്നിക്കാണ്. ഒരു ECG കിട്ടുന്ന സമയത്ത് ആ ലീഡ് 2ലേക്ക് വന്നതിന് ശേഷം ഇത്തരത്തിൽ 2 ആർ വേവുകളുടെ ഇടയിലുള്ള ലാർജ് സ്ക്വയർ കണ്ടുപിടിക്കുക. അത് 3 ആണെങ്കിൽ 300/3. 5 ആണെങ്കിൽ 300/5. 300/5 എത്ര കിട്ടുമെന്നൊന്ന് പറഞ്ഞു. 300/5 എത്ര കിട്ടും? 60. 60. നിങ്ങൾക്കറിയാം ബ്രാഡികാർഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? less than 60, ടാക്കികാർഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? greater than 100. ഞാനിപ്പോൾ ഓർക്കുവാണ്, നമ്മുടെ PSC ഇൻ്റർവ്യൂവിന് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ച ആൾക്കാരുണ്ടോ ഇവിടെ? അവിടെ നിന്ന് പ്രിൻസിപ്പൾ ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു നിർമ്മല മാഡം ഉണ്ട്. PSCയുടെയൊക്കെ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് മാഡം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിന്, എന്താ മോളെ ടാക്കികാർഡിയ? നമുക്കങ്ങ് സന്തോഷമാവും. ടാക്കികാർഡിയ അല്ലേ ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറയും, എന്ത് പറയും? ഹാർട്ട് റേറ്റ് മോർ ദാൻ 100. അന്നേരം അവർ ചോദിക്കും, അത് തന്നെ ആണോ ടാക്കികാർഡിയ? ടാക്കികാർഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീറ്റബിൾ കണ്ടീഷൻ ആവണമെന്നുണ്ടെങ്കിൽ അവരുടെ ആസ്പെക്റ്റിൽ പറയേണ്ടത് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് മോർ ദാൻ 100 എന്നാണ്. ഒരാൾ 5 നില ചവിട്ടി കയറി മുകളിലേക്ക് വരികയാണ്. കയറി മുകളിൽ വന്നു കഴിയുമ്പോൾ റേറ്റ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 105, 106 ഒക്കെ ആയിരിക്കും. അപ്പോഴേ കിടത്തി ചികിത്സ തുടങ്ങുവാണോ? അല്ല. അതേസമയം ബെഡിൽ കിടക്കുന്ന ഒരാളുടെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 105 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടാക്കികാർഡിയ എഴുതണം. അത് മോണിറ്റർ ചെയ്യണം, അത് എവാലുവേറ്റ് ചെയ്യണം, അത് ട്രീറ്റ് ചെയ്യണം. ആ ആസ്പെക്റ്റിലാണ് അവർ പറയുന്നത് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് മോർ ദാൻ 100 എന്നുള്ളതാണ് കൃത്യമായിട്ടും ടാക്കികാർഡിയയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ എക്സാമിൻ്റെ ഈ ഒരു ട്രാക്കുകളിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ചെറിയ ചെറിയ ചതിക്കുഴികൾ മനസ്സിലാകത്തുള്ളൂ. കാരണം എത്ര അറിവുള്ള ആളാണെങ്കിൽ പോലും ഇതുപോലുള്ള ചെറിയ മിസ്സിങ് വരും. ആ മിസ്സിങ്ങിൽ പിടിച്ച് അപമാനിക്കാവുന്ന മാക്സിമം അപമാനിച്ച് ഇറക്കി വിടും. മനസ്സിലായല്ലോ? ചിലപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെയുള്ള എല്ലാ കണ്ടന്റും ആ കുട്ടിക്ക് അറിയായിരിക്കും. ഈ ഒരു ചെറിയ മിസ്സിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതൊരിക്കലും അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവർ പറയുന്നത് വളരെ കൃത്യമായ കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സ്മോൾ സ്ക്വയറിൻ്റെ നമ്പർ 3 ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് 100. അതേസമയം 5 ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് എത്ര ആണെന്നാണ് പറഞ്ഞേ? 300/5, 60 ആണെന്നല്ലേ പറഞ്ഞേ? അപ്പം നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, ഈ ആർ വേവിൻ്റെ ഇടയിലുള്ള ലാർജ് സ്ക്വയറിൻ്റെ നമ്പർ ഏത് റേഞ്ചിലായിരിക്കണം? പറ. പറ. 3 to 5. അങ്ങനല്ലേ? 60-നും 100-നും ഇടയിലുള്ള ഒരു റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആർ വേവിനിടയിലുള്ള ലാർജ് സ്ക്വയറിൻ്റെ നമ്പർ 3 to 5 എന്നുള്ള ലെവലിലായിരിക്കണം. ഒന്നുകിൽ 3, അല്ലെങ്കിൽ 3.5, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 4.5, അല്ലെങ്കിൽ 5, 5-ൽ താഴെ. അങ്ങനല്ലേ ഉദ്ദേശിച്ചത്? പറയൂ. ഇതാണ് അദ്ദേഹത്തിന്റെ തലയിലിരിക്കുന്ന ഒരു കാര്യം. പിടിയിട്ടില്ലേ? അല്ലാതെ ഈ 300-നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ ഒന്നും പുള്ളി ചെയ്യുന്നില്ല. പുള്ളിയുടെ തലയിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ.
RR ഇൻ്റർവെൽ 3-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ ടാക്കികാർഡിയ, RR ഇൻ്റർവെൽ 5-ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ബ്രാഡികാർഡിയ. അപ്പം നിങ്ങൾ അടിവരയിട്ട് ഈ പ്രിൻസിപ്പിൾ അങ്ങ് തലയിൽ രജിസ്റ്റർ ചെയ്തേ. RR ഇൻ്റർവെൽ 3-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ, 2.5 ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ടാക്കികാർഡിയ, RR ഇൻ്റർവെൽ 5-ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ബ്രാഡികാർഡിയ. ഇതങ്ങോട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ECG ഇങ്ങനെ ഓടിച്ച് വിടുമ്പോൾ RR ഇൻ്റർവെല്ലിൽ അവിടെ ഒന്ന് സ്റ്റക്ക് ചെയ്യും. നോക്കുന്ന സമയത്ത് 5-ൽ കൂടുതലാണ്. അപ്പോൾ റേറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. പേഷ്യൻ്റ് ബ്രാഡി ഉണ്ടെന്ന് തോന്നുന്നു, ചെക്ക് ചെയ്യാൻ പറയും. പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായോ? ഈ വൈറ്റൽ സയൻസ് ഒക്കെ കൃത്യമായിട്ടും ചെയ്തില്ല എന്ന് കാണുമ്പോൾ തന്നെ അവർ പാനിക്കാവും. നമ്മൾ കള്ളത്തരം പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യാം. പലരും പല രീതിയിലായിരിക്കും അതൊക്കെ എടുക്കുന്നത്. നമ്മൾ ഈ സ്റ്റുഡൻറ് ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടല്ലത്. RN എന്ന് പറയുന്ന രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്ന ലെവലിലേക്ക് മാറിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ഹൈലി പെയ്ഡ് ആണ്. റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. എന്താ ഈ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി തമ്മിലുള്ള വ്യത്യാസം? ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. 2 മണിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. 2 മണിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം ആ ഇഞ്ചക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സകല കാര്യങ്ങളും യു ഷുഡ് ബി ആൻസറബിൾ. നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ പിന്നെ റെസ്പോൺസിബിലിറ്റി എന്നല്ല പറയുന്നത്, അക്കൗണ്ടബിലിറ്റി എന്നാണ് പറയുന്നത്. മീൻസ് ആൻസർ ചെയ്യണം. അല്ലാതെ വേറൊരാൾ അത് ഏറ്റെടുക്കില്ല. കിട്ടുന്നുണ്ടോ കാര്യങ്ങൾ? അഡ്മിനിസ്ട്രേഷൻ അത് പഠിക്കുന്നതാണ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ടല്ലേ വന്നേ? നിങ്ങൾ പ്രതികരിക്കണേ. ഓക്കെ. അപ്പോൾ ഇതിനകത്തൊരു ടിപ്സ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോർസെറ്റ് എക്സാമിനേഷൻ 2021 ഒരു സ്ട്രിപ്പ് തന്നിരിക്കുന്നു. ഒറ്റ കാര്യം അവർ ചോദിച്ചുള്ളൂ. ആ സ്ട്രിപ്പ് തന്നതിന് ശേഷം ഈ പേഷ്യൻറ്റിൻ്റെ റേറ്റ് ഏത് രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബ്രാഡികാർഡിയ, ടാക്കികാർഡിയ, നോർമൽ റേറ്റ്, നൺ ഓഫ് ദ എബോവ്. നമ്മൾ നോക്കേണ്ടത് എന്താ? 3 to 5 ഇടയിലാണോ? അതറിയാവുന്ന ഒരു വ്യക്തി 4 ആണെന്ന് കരുതുക. 4 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നോർമൽ റേറ്റ് ആണ്. അല്ലാതെ ഇതെടുത്ത് മൈനസ് ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് 1.5 മിനിറ്റ് അങ്ങ് പോവും. നമുക്ക് അത്രയും സമയമുണ്ടോ? നോർസെറ്റിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്താ ഞാൻ പഠിപ്പിച്ചത്? സ്പീഡ് ആൻഡ് ആക്യുറസി. ക്ലിയർ ആയോ ഇത്രയും കാര്യം? എല്ലാവർക്കും ക്ലിയർ ആയോ? ആയെങ്കിൽ അടുത്തതിൻ്റെ റേറ്റ് ഒന്ന് പറഞ്ഞേക്കുക. ഇതായിരുന്നു ആ സ്ട്രിപ്പ്. റേറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു? നോർമൽ റേറ്റ് ആണോ, ബ്രാഡികാർഡിയാണോ, ടാക്കികാർഡിയാണോ, അതോ നൺ ഓഫ് ദ എബോവ് ആണോ? ഇതൊന്നുമല്ലേ? ആ പറഞ്ഞു. 2 RR ഇൻ്റർവെൽ എടുക്ക്. ഈ ആറും ഈ ആറും അല്ലേ? ഇതൊരാറാണ്, ഇതൊരാറാണ്. അതിൻ്റെ ഇടയിൽ എത്ര എണ്ണം ഉണ്ട്? കറക്റ്റായിട്ട് 3 എണ്ണം വായിക്കാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം അര അപ്പുറം ഇപ്പുറം കിട്ടുന്നുണ്ടല്ലോ. ഇവിടെ ഒരു അര, അപ്പുറത്തൊരു അര, ഏകദേശം 4 കിട്ടുന്നില്ലേ? പോട്ടെ, 3.5 ആന്നിരിക്കട്ടെ. അത് 3.5 എന്ന് പറയുന്നത് 3-നും 5-നും ഇടയ്ക്കാണോ? അങ്ങനെയാണെങ്കിൽ നോർമൽ ആണോ, അതോ ബ്രാഡികാർഡിയാണോ, ടാക്കികാർഡിയാണോ? അത്രേ ഉള്ളൂ. എങ്ങനെ? നമ്മൾ പറഞ്ഞെന്താ? 3 to 5 ആയിരിക്കണം. അത് 3-ൽ കുറവാണെന്നുണ്ടെങ്കിൽ ടാക്കികാർഡിയ, 5-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ ബ്രാഡികാർഡിയ. ഞാനല്ലേ പഠിപ്പിച്ചേ? ഇതങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെച്ചോണം. ഇങ്ങനെയുള്ള ടിപ്സ് പഠിച്ച് 2-3 തവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇനി ECG കാണുമ്പോഴെല്ലാം ഇത് മാത്രം ഒന്ന് നോക്കിയാൽ മതി.
അടുത്തിരിക്കുന്ന ആളെ ഒന്ന് വരട്ടാൻ വേണ്ടി ഇങ്ങനെ കൂടെ ചോദിച്ചേക്കോ, റേറ്റ് വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ റേറ്റ് എത്ര ഉണ്ട്, കൂടുതലാണോ? അവർ നോക്കിയിട്ട് പറയാം അയ്യോ കൂടുതലാണല്ലോ, എങ്ങനെ മനസ്സിലായി? അപ്പോൾ അവരെയും കൂടെ വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം. ക്ലിയർ ആയോ? ഇനി പറയണോ ഞാനിത്? എല്ലാവർക്കും മനസ്സിലായോ ക്ലാസ്സിലുള്ള? അടുത്തതിലൊക്കെ പോകാമല്ലോ. ശരി, അടുത്ത ഒരു കേസ് ആക്സിസ് ആണ്. നിങ്ങൾ ഈ ആക്സിസ് എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ടോ? ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. വളരെ സിമ്പിൾ ടിപ്സ് പറഞ്ഞുതരാം. റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ ആണോ, ലെഫ്റ്റ് ആക്സിയൽ ഡീവിയേഷൻ ആണോ, അതോ എക്സ്ട്രീം ആക്സിയൽ ഡീവിയേഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടി വളരെ സിമ്പിൾ ടിപ്പ്. റെഡിയാണോ? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ 2 ലീഡുകൾ നിങ്ങൾ നോക്കണം, കണ്ണോടിക്കണം. ഏതൊക്കെ ലീഡാണെന്നറിയാവോ? ലീഡ് 1. ഏതാ ലീഡ് 1? രണ്ടാമത്തെ AVF. പറഞ്ഞു, ലീഡ് 1 AVF. നമ്മൾ സാധാരണയായിട്ട് നോർമൽ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് PQRST മുകളിലേക്കാണോ നിൽക്കുന്നത്, താഴേക്കാണോ നിൽക്കുന്നത്? ലീഡ് 1ലും AVFലും AVR അല്ല, നോർമലി മുകളിലേക്കാണോ നിൽക്കുന്നത്, താഴേക്കാണോ നിൽക്കുന്നത്? അപ്വേഡ് നിൽക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം പോസിറ്റീവാണ്. രണ്ടും പോസിറ്റീവായിട്ടാണ് നിൽക്കേണ്ടത്. അങ്ങനെ രണ്ടും പോസിറ്റീവായിട്ട് നിൽക്കുവാണെങ്കിൽ അത് നോർമൽ ആക്സിസ്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഓക്കെ. ഇനി ലീഡ് 1 തല തിരിഞ്ഞ് നിൽക്കുവാണെന്നിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ്. പക്ഷെ AVFൽ നിവർന്ന് നിൽക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ്. ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷനാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സൂചന റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ. ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടുവല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ലീഡ് 1 നോക്കുമ്പോൾ AVR കാണുന്ന കൂട്ട് തല തിരിഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷെ AVF നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, നിവർന്നാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് അടുത്തിരിക്കുന്ന JRനോട് റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ കൊണ്ട് ഒരു എക്കോ എടുക്കേണ്ടി വരും, ഒരു ഡ്രോപ്പ് ടി വിടേണ്ടി വരും എന്നൊക്കെ ചിലപ്പോൾ അടിച്ചു കളയും. ഇത് നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ഇനി അടുത്തത് ലീഡ് 1ൽ ഇത് നിവർന്നാണ് നിൽക്കുന്നത്, പക്ഷെ AVFൽ തല തിരിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ലെഫ്റ്റ് ആക്സിയൽ ഡീവിയേഷൻ. പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇനി രണ്ടിലും തല തിരിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്ട്രീം ആക്സിയൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആക്സിസ്. റെയറാണ്, സാധാരണ ഉണ്ടാവാറില്ല. എക്സ്ട്രീം ആക്സിയൽ ഡീവിയേഷൻ, രണ്ടും തല തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞാൽ പോരാ, നമുക്കിത് കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് കാണാം. ശ്രദ്ധിക്കുക, ഇതാണ് ലെഫ്റ്റ് ആക്സിയൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞത്. എന്താണ് ലെഫ്റ്റ് ആക്സിയൽ ഡീവിയേഷൻ? ലീഡ് 1ഉം ആരെയൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്? ലീഡ് 1 നോക്കണം, AVF നോക്കണം. ഞാൻ എന്താ പറഞ്ഞേ? ലീഡ് 1ൽ പോസിറ്റീവ് ഡിഫ്ലക്ഷൻ, AVFൽ തലതിരിവ് ആണോ? അപ്പൊ ഇത് ലെഫ്റ്റ് ആക്സിയൽ ഡീവിയേഷൻ ആണെന്ന് നിങ്ങൾക്കും എഴുതാൻ പറ്റുമോ? ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? നമ്മൾ നേരത്തെ ഒരു നോർമൽ ECG കണ്ടായിരുന്നു, അവനെ ഒന്നുകൂടെ ഒന്ന് കാണാം. ഇതിനകത്ത് എന്തെങ്കിലും ആക്സിസ് ഡീവിയേഷൻ കാണുന്നുണ്ടോ? ലീഡ് 1ഉം AVF ഒന്ന് നോക്കിയേ. ഉണ്ടോ ഇല്ലയോ? ഇല്ല. രണ്ടും അപ്വേഡ് ആണ്, രണ്ടും പോസിറ്റീവ് ആണ്. ഇതാണ് നോർമൽ ആക്സിസ്. അപ്പം നിങ്ങൾക്കും പറ്റത്തില്ല ഇത് കണ്ടുപിടിക്കാൻ. നോർമൽ ആക്സിസ് ആണ് അല്ലെങ്കിൽ ഇത് ലെഫ്റ്റ് ആക്സിസ് ആണ്. അപ്പോൾ അങ്ങനെ റൈറ്റ് ആക്സിസ് ഒന്ന് കണ്ടുപിടിക്കാം. ലീഡ് 1ഉം AVF ഒന്ന് നോക്കിയേ എല്ലാവരും. ലീഡ് 1ൽ എന്താ കാണുന്നത്? ഡൗൺവേർഡ് നെഗറ്റീവ് ഡിഫ്ലക്ഷൻ. AVFലോ അപ്വേർഡ്. ഇതാണ് റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ. ഇനി ഇതുകൊണ്ട് എന്താ സൂചന എന്ന് പറയട്ടെ. റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ എന്ന് വെച്ചാൽ റൈറ്റ് വെൻട്രിക്കുലാർ എൻലാർജ്മെന്റാ. അപ്പൊ ലെഫ്റ്റ് ആക്സിയൽ എന്തായിരിക്കും? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എക്കോ ചെയ്യണ്ടേ? ചേംബറിനകത്ത് എത്ര വോളിയം ഉണ്ട്, എത്ര പ്രശ്നം ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ എക്കോ ചെയ്യണം. ഇത് കണ്ടിച്ച് ഡോക്ടർ പറയും എക്കോ എടുത്തായിരുന്നോ? ഇല്ല. എക്കോ മസ്റ്റായിട്ടും എടുക്കണം, എമർജൻസി ആയിട്ട് എടുക്കണം. ഇത് നമുക്കും പറ്റത്തില്ലേ?
ഡോക്ടറോട് ഇത് റൈറ്റ് ആക്സിൽ ഡീവിയേഷൻ കൊണ്ട് ഒരു എക്കോ എടുക്കട്ടെ എന്നൊരു ചോദ്യം ചോദിച്ചൂടെ? ഈസി അല്ലേ? ആണ്. ഇനി അടുത്തത്, ഇനി ഇതൊക്കെ എന്ത് സൂചന തരും എന്നുള്ള ഒരു കാര്യം പറയുകയാണ്. വേറൊരു സൂചന കൂടി തരും. ഈ റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് പറഞ്ഞ റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ ഏത് ലീഡിനായിരുന്നു? ആരായിരുന്നു തലതിരിഞ്ഞ് നിൽക്കുന്നത്? റൈറ്റ് ആക്സിയൽ ഡീവിയേഷനിൽ ഏത് ലീഡായിരുന്നു തലതിരിഞ്ഞ് നിൽക്കുന്നത്? ലീഡ് 1. AVFന് എന്താ സംഭവിക്കുന്നത്? നേരെയാണ്. ആണേ. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ലാറ്റർ ബോൾ MIയെ പറ്റി നമ്മൾ പഠിച്ചില്ലായിരുന്നു? ആ ലാറ്റർ ബോൾ MIയിൽ ഏതൊക്കെ ലീഡുകൾക്കായിരുന്നു ചേഞ്ച് എന്നൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? നമ്മുടെ പിക്ചർ വെച്ച്. AVL, V5, V6, ഒന്നുകൂടെ ഉണ്ട്. ലീഡ് 1. ലീഡ് 1 ഇവിടെ ഈ തലതിരിവ് കാണിക്കുമ്പോൾ ഒരു ചെറിയ സൂചനയാണ് കിട്ടുന്നത്. എന്ത് സൂചന? ഇത് ചിലപ്പോൾ ലാറ്റർ ബോൾ MIയുടെ ആവാം. മനസ്സിലായോ? അപ്പോൾ ഡോക്ടർ പറയും, ഒരു റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ കണ്ട ഡോക്ടർ പറയും എക്കോ എടുക്കണം, ഡ്രോപ്പ് ടി വിടണം. ഇത് ECG കാണുമ്പോൾ തന്നെ നമ്മൾ ഡ്രോപ്പ് ടീം വിട്ടു, എക്കോയ്ക്കുള്ള റിക്വസ്റ്റും കൊടുത്തേച്ച് ഡോക്ടർ ചോദിക്കുമ്പോൾ തന്നെ റിക്വസ്റ്റ് പോയിട്ടുണ്ട്, ഡ്രോപ്പ് ടി വിട്ടിട്ടുണ്ട്, റിപ്പോർട്ട് വെയിറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ലേ? കാര്യം മനസ്സിലായോ? എന്തിന് സ്റ്റാഫ് ECG അറിയണം? അതിലേക്കാണ് നമ്മൾ ചൂണ്ടുന്നത്. ഒരു അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം 1 മണിക്കൂർ മുമ്പ് അറിഞ്ഞാൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവെൻഷൻ നടന്നാൽ അതിന്റെ പ്രയോജനം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? രക്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് ആക്യുറേറ്റ് കാർഡിയാക് മാർക്കർ ഏതാണ്, അല്ലെ മോസ്റ്റ് സ്പെസിഫിക് കാർഡിയാക് മാർക്കർ ഏതാണ്? ഒരുപാട് PSC പരീക്ഷയ്ക്കും നോർസെറ്റ് പരീക്ഷയ്ക്കും ഒക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ആക്യുറേറ്റ് കാർഡിയാക് മാർക്കർ ഏതാണ്, മോസ്റ്റ് സ്പെസിഫിക് കാർഡിയാക് മാർക്കർ ഏതാണ്? പരീക്ഷാ ഹോളിൽ വെച്ച് തിരിഞ്ഞു പോകും. പറഞ്ഞു ഏതാ മോസ്റ്റ് സ്പെസിഫിക് കാർഡിയാക് മാർക്കർ ഏതാ? അപ്പോൾ ഇതോ ഡ്രോപ്പ് ചെയ്യോ? ഇനി തിരിയരുത്. നമുക്ക് 2 ക്വസ്റ്റ്യനാണ് വരുന്നേ. ഒന്ന് ആക്യുറേറ്റ്, അങ്ങനല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ സ്പെസിഫിക്. ഇതിനകത്ത് ഞാൻ പിടിച്ചെഴുതുന്നുണ്ടോ? സമയം എടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി ആരും തെറ്റിക്കരുത്. ആക്യുറേറ്റ് എന്ന് എഴുതുന്നതിനകത്ത് ഒരു T കിടക്കുന്നുണ്ടോ? അത് ഡ്രോപ്പ് ടി. സ്പെസിഫിക് എന്ന് എഴുതുന്നതിനകത്ത് ഒരു I, ഒന്നല്ല 2 I കിടക്കുന്നുണ്ടോ? കണ്ടോ? അത് ഡ്രോപ്പ് ആയി. ഇനി പരീക്ഷാ ഹോളിൽ ആരെങ്കിലും വിചാരിച്ചാൽ നിങ്ങളെ തെറ്റിക്കാൻ പറ്റുമോ? വളരെ ഷാർപ്പായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ആൻസർ ചെയ്ത് പോയിക്കൂടെ? വിച്ച് ഈസ് എ മോസ്റ്റ് സ്പെസിഫിക് കാർഡിയാക് മാർക്കർ. നമുക്ക് 1 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്ത് അപ്പുറത്ത് കിടക്കാം. സ്പീഡ് ആൻഡ് ആക്യുറസി, ദാറ്റ്സ് ഓൾ. ഇതുപോലെ 100 കാര്യങ്ങളുണ്ട് ഓരോന്നിലും. ഇതാണ് ഈ PSC ട്രാക്ക്, PSC ട്രിക്ക്, MCQ ട്രിപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് ആക്സിയൽ ഡീവിയേഷൻ, റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ എന്നാണ് എൻ്റെ സംശയം. ഈസി അല്ലേ കണ്ടുപിടിക്കാൻ? റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒരു സൂചന കൂടി കിട്ടും. എട്ടിപ്പിക്കലായിട്ടുള്ള, ടിപ്പിക്കലാണ് ST എലവേഷൻ ആണ്, എട്ടിപ്പിക്കലായിട്ടുള്ള ലാറ്റർ ബോൾ MI ആവാം.
ഇനി ലെഫ്റ്റ് ആക്സിൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ആരാ തലതിരിഞ്ഞ് നിൽക്കുന്നത് ഒന്ന് പറഞ്ഞേ. AVF. AVF. ഒരു കാര്യം ഒന്ന് പറയാവോ? ഇൻഫീരിയർ കോളമ്മയുടെ കേസിൽ ഏതൊക്കെ ലീഡുകൾക്കായിരുന്നു ചേഞ്ച് ഉണ്ടായിരുന്നത്? ലീഡ് 2, ലീഡ് 3, ലീഡ് 2, ലീഡ് 3, അടുത്ത AVF. AVF. ഈ AVF തലതിരിവ് തരുമ്പോൾ ഒരു ഇൻഡയറക്റ്റ് എവിഡൻസ് ആണ് ഇനി അടുത്ത് വരാൻ പോകുന്ന ഇൻഫീരിയർ കോളമ്മ ആവാം, അല്ലെങ്കിൽ എ ടിപ്പിക്കൽ സൈൻ ഓഫ് ഇൻഫീരിയർ കോളമ്മ. കൺഫേം ചെയ്യാനുള്ള മാർഗം എന്താ? കാർഡിയാക് മാർക്കർ നോക്കണം, ട്രോപ്റ്റി വിടണം. അതുകൊണ്ടാണ് ഡോക്ടർ റൈറ്റ് ആക്സിൽ ഡീവിയേഷനോ ലെഫ്റ്റ് ആക്സിൽ ഡീവിയേഷനോ ഉണ്ടെങ്കിൽ ട്രോപ്റ്റി വിടണമെന്നും അതേപോലെ തന്നെ എക്കോ ചെയ്യണമെന്നും പറയാൻ. ഇപ്പൊ ക്ലിയർ ആയോ? ഇനി അടുത്ത എക്സ്ട്രീം ആക്സിയൽ ഡീവിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ എന്തായിരുന്നു? പറഞ്ഞു. ലീഡ് നെഗറ്റീവ് ആണ്. 2 ലീഡ് നെഗറ്റീവ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നു, തല തിരിഞ്ഞ് നിൽക്കുന്നു. സംഭവം വീറ്റിയാ. എന്താ വീറ്റി എന്ന് വെച്ചാ? വെൻട്രിക്കുലർ ടാക്കികാർഡിയ. വാർഡിൽ നിൽക്കുകയാണ് നിങ്ങൾ, ECG കാണിക്കുകയാണ്. ഡോക്ടർ സ്റ്റഡേ എന്ന് പറയും, പേഷ്യന്റ് ICU ഷിഫ്റ്റ് ചെയ്യാൻ പറയും. മനസ്സിലായല്ലേ? ഇവിടെ വെച്ചോണ്ടിരിക്കരുത്. വെൻട്രിക്കുലർ ടാക്കികാർഡിയ അടുത്ത നിമിഷം വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആവാം, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അടുത്ത നിമിഷം അസിസ്റ്റോൾ ആവാം. വാട്ട് ഈസ് അസിസ്റ്റോൾ? സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മരണം. മരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചന. ലീതൽ അരിത്മിയ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വെൻട്രിക്കുലർ ടാക്കികാർഡിയ വരുന്നത്. കാര്യം പിടികിട്ടിയോ? ഇതൊക്കെ ചെറിയ ഒരു സൂചനയിൽ നമുക്ക് മനസ്സിലാക്കിയെടുത്തൂടെ? ഇപ്പൊ ആക്സിസ് ഡീവിയേഷനെ പറ്റി ഒരു ധാരണ കിട്ടിയോ? കിട്ടിയോ? ബോറടിക്കുന്നോ? അടുത്തേക്ക് പോകണോ? നിർത്തണോ? അടുത്തേക്ക് പോകാം, കുഴപ്പമില്ലല്ലോ. നിങ്ങൾ നിർത്തിയേച്ച് പോയാൽ ഞാനും നിർത്തേണ്ടി വരും, അതേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തത് നമ്മൾ ECG ഗ്രാഫ് പേപ്പറിനകത്ത് കുറച്ച് ചെറിയ ചെറിയ ചതുരങ്ങൾ കാണാറുണ്ട് അല്ലേ? അതിനകത്ത് ഏറ്റവും സ്മോൾ സ്ക്വയർ എന്ന് പറയുന്ന സംഭവം എന്താ? ഇങ്ങനെ തന്നെ ഇരിക്കും. അതിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്നറിയാം? കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. 0.04 സെക്കൻഡ്. ഒരു സ്മോൾ സ്ക്വയറിന്റെ ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 0.04 സെക്കൻഡ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എത്ര സ്മാൾ സ്ക്വയർ ചേർന്നാണ് ഒരു സൈഡ് എന്ന് പറയുന്നത്? ഒരു ലാർജ് സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 5. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ എത്ര ആയിരിക്കും? 0.04 ഇൻറ്റു 5 എത്ര കിട്ടും? 0.2. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു സ്മോൾ സ്ക്വയർ എത്ര ആയിരുന്നു? 0.04. ഒരു ലാർജ് സ്ക്വയർ എത്ര ആയിരുന്നു? 0.2 സെക്കൻഡ്. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണ്? അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? ചെറിയ കാര്യമല്ല, ഹാർട്ട് ബ്ലോക്ക്. എന്താ പഠിക്കാൻ പോകുന്നത്? ഹാർട്ട് ബ്ലോക്ക്. അതിന്റെ അടിസ്ഥാനമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സ്മോൾ സ്ക്വയർ 0.04 സെക്കൻഡ് ആണ്. ഒരു ലാർജ് സ്ക്വയർ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 0.20 സെക്കൻഡ് ആണ്. ഹാർട്ട് ബ്ലോക്ക് നോക്കാൻ വേണ്ടി നമ്മൾ ഒരു ലീഡ് 2 എടുത്തിട്ട് അതിൽ PR ഇന്റർവലാണ് നോക്കുന്നത്. PR ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിയുടെ ബിഗിനിങ് തൊട്ട് QRS കോംപ്ലക്സിന്റെ ബിഗിനിങ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് PR ഇന്റർവൽ എന്ന് പറയുന്നത്. QRS കോംപ്ലക്സിന്റെ ബിഗിനിങ് വരെ, ഇവിടെ വരെ, 6 വരെയല്ല. പിടികിട്ടിയോ? ഇതിന്റെ നോർമൽ ഡ്യൂറേഷൻ ഇവിടെ കൊടുത്തേ പോകുന്നുണ്ട്. 0.12 സെക്കൻഡ് തൊട്ട് 0.20 സെക്കൻഡ് വരെ. എത്ര? 0.12 സെക്കൻഡ് തൊട്ട് 0.20 സെക്കൻഡ്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അങ്ങനെയാണെങ്കിൽ PR ഇന്റർവൽ എന്ന് പറയുന്നത് എത്ര സ്മോൾ സ്ക്വയറിലാണ് ഒക്കുപ്പൈ ചെയ്യേണ്ടത് നോർമലി? 3 to 5. എല്ലാവർക്കും കിട്ടിയോ? കാരണം ഒരു സ്മോൾ സ്ക്വയർ 0.04 സെക്കൻഡാണ്.
3 എന്ന് പറയുമ്പോൾ 0.12 ആവും. 5 എന്ന് പറയുമ്പോൾ 0.20 ആവും. അപ്പൊ പി ആർ ഇന്റർവെൽ എന്ന് പറയുന്നത് നോർമൽ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്ന് ലീഡ് 2ലേക്ക് നോക്കിയിട്ട് ആ പിയുടെ ബിഗിനിങ് തൊട്ട് ക്യു ആർ എസ് കോംപ്ലക്സിന്റെ ബിഗിനിങ് വരെ എത്ര സ്മോൾ സ്ക്വയർ ഉണ്ടെന്ന് നോക്കണം. നോക്കുമ്പോൾ 3.5, 4, 4.5, മാക്സിമം 5 വരെ ആണെങ്കിൽ നോ ഇഷ്യൂ, നോർമലാണ്. ഇത് കണ്ടുപിടിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? No, sir. Okay. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോകാമല്ലോ. ഓക്കെ, Oh. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എ വി ബ്ലോക്കാണ്. എ വി ബ്ലോക്കിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. പി ആർ ഇന്റർവൽ 0.20 സെക്കൻഡിനേക്കാൾ കൂടുതലായിരിക്കും. അർത്ഥം എന്താണ്? More than 5 square. 5 സ്മോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു സൈഡിൽ 5 സ്മോൾ സ്ക്വയർ വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ലാർജ് സ്ക്വയർ എന്നല്ലേ? അപ്പോൾ ഒരു ലാർജ് സ്ക്വയറിൽ കൂടുതലായിരിക്കും പി ആർ ഇന്റർവൽ എങ്കിൽ അതെന്താണ്? ഇത് കണ്ടുപിടിക്കാൻ പാടുണ്ടോ? നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ ഇമേജിൽ തന്നെ കാണാം. ഇവിടെ പി ആർ ഇന്റർവൽ അങ്ങ് തന്നേക്കാണ്. അതിനകത്ത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് പി ആർ ഇന്റർവൽ എത്ര കൊടുത്തേക്കുന്നത്? 0.34 സെക്കൻഡ്. കൂടുതലല്ലേ? ശരി, ഇനി അടുത്തതിൽ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിയേ. പി ആർ ഇന്റർവൽ എത്രയാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. പിയുടെ ബിഗിനിങ് തൊട്ട് ക്യു ആർ എസ് കോംപ്ലക്സിന്റെ ബിഗിനിങ് വരെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ മതി, ഒരു ലാർജ് സ്ക്വയറിൽ കൂടുതലുള്ള സ്പേസ് ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ പിന്നെ എ വി ബ്ലോക്ക് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എ വി ബ്ലോക്ക് നിങ്ങൾ കണ്ടുപിടിച്ചോ? ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? ഇത്രേ നോക്കിയുള്ളൂ നമ്മുടെ. ഇവിടെ പിയുടെ ബിഗിനിങ് തൊട്ട് ക്യു ആർ എസ് കോംപ്ലക്സിന്റെ ബിഗിനിങ് വരെ എത്ര ദൂരം, എത്ര ലാർജ് സ്ക്വയർ അവിടെ ഒക്കുപ്പൈ ചെയ്യുന്നു? ഒരു ലാർജ് സ്ക്വയറിൽ കൂടുതലാണ്, ഏകദേശം 1.25 ഉണ്ട്. അതിന്റെ അർത്ഥം ഫസ്റ്റ് ഡിഗ്രി എ വി ബ്ലോക്ക്. ക്ലിയർ ആണോ? Yes, sir. സെക്കൻഡ് ഇത് ക്ലിയർ ആണെങ്കിലേ സെക്കൻഡ് ഡിഗ്രി പോകാൻ പറ്റത്തുള്ളൂ. പോട്ടെ എന്നാ. Yes. സെക്കൻഡ് ഡിഗ്രി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് എന്ന് ചോദിച്ചാൽ മൊബിക്സ് 1, മൊബിക്സ് 2. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അത് ഞാൻ ആദ്യം മൊബിക്സ് 2 പറയും, പിന്നെ മൊബിക്സ് 1 പറയാം. ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഓർഡറിലാണ് അത് പോകുന്നു. മൊബിക്സ് 2 ഉണ്ട്, മൊബിക്സ് 1 ഉണ്ട്. മൊബിക്സ് 2 എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, ക്ലാസിക്കലാണ്. മൊബിക്സ് 1ന് വേറൊരു പേരുണ്ട്, വെങ്കി ബാഗ് ഫിനോമിനോ. പരീക്ഷാ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ്, കാണാതെ പഠിക്കേണ്ടതുമാണ്. ഇനി ഞാൻ ഈ മൊബിക്സ് 2 എന്താന്ന് പറയാം. ഈ പി ആർ ഇന്റർവൽ പ്രൊലോങ്ഡ് ആണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ ഇന്റർവൽ സപ്പോസ് 0.3 ആണെന്ന് കരുതുക. 0.2 വരേണ്ടതിന് പകരം 0.30. അടുത്ത ലീഡ് നോക്കുന്നു, അവിടെയും 0.30 ആണ്. അടുത്ത ലീഡ് നോക്കുന്നു, അവിടെയും 0.30 ആണ്. അങ്ങനെ പോയി എന്ത് ചെയ്യുമെന്നറിയാവോ? കുറച്ച് കഴിയുമ്പോൾ ക്യു ആർ എസ് കോംപ്ലക്സ് ഒരെണ്ണം ഡ്രോപ്പായി പോകും. ഒരു യു ആർ എസ് കോംപ്ലക്സിനെ കാണാനില്ല. കാര്യം മനസ്സിലായോ? ഒരു യു ആർ എസ് കോംപ്ലക്സ് മിസ്സായി. ഇതിനെയാണ് സെക്കൻഡ് ഡിഗ്രി ഹാർഡ് ബ്ലോക്ക് മൊബിക്സ് 2 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇമേജ് കാണണോ? കാണാം. ഇവിടെ നോക്കിയേ, പി ആർ ഇന്റർവൽ പ്രൊലോങ്ഡ് ആണ്, ഒരു ലാർജ് സ്ക്വയർ കൂടുതലാണ്, ഇവിടെയും പ്രൊലോങ്ഡ് ആണ്, ഇവിടെയും പ്രൊലോങ്ഡ് ആണ്. ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു പി ഉണ്ട്. ക്യു ആർ എസ് കോംപ്ലക്സ് കണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ? ഇതാണ് മൊബിക്സ് 2.
ഇനി കുറച്ചുകൂടെ വ്യക്തതയോടുള്ള ഇമേജ് കണ്ടു. പി ആർ ഇന്റർവെൽ, ഇതാണ് പി. പിയുടെ ബിഗിനിങ് തൊട്ട് ക്യു ആർ എസ് കോംപ്ലക്സ് വരെ പ്രൊലോങ്ഡ് ആണ്. അടുത്ത ലെവലിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ക്യു ആർ എസ് കോംപ്ലക്സ് മിസ്സിങ്. പോയില്ലേ? വീണ്ടും എന്ത് സംഭവിക്കുന്നു? അടുത്ത പി വരുന്നു, ക്യു ആർ എസ് വരുന്നു, അടുത്ത പി വരുന്നു, അടുത്ത ക്യു ആർ എസ് കോംപ്ലക്സ് മിസ്സിങ്. ഇങ്ങനെ പി ആർ ഇന്റർവൽ പ്രൊലോങ്ഡ് ആയിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ക്യു ആർ എസ് കോംപ്ലക്സ് മിസ്സാവുകയും ചെയ്യും. ഇതിനെ പറയുന്ന പേരെന്താ? മൊബിക്സ് 2 ഫിക്സഡ് ടൈപ്പ് അല്ലെ ക്ലാസിക്കൽ ടൈപ്പ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോട്ടെ. ശരി. അപ്പോൾ മൊബിക്സ് 1 എന്താന്ന് ഞാൻ പറഞ്ഞു, മൊബിക്സ് 2 എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് അതിന് മുമ്പ് മൊബിക്സ് 2 ആണ് നമ്മൾ പറഞ്ഞത്, ഇനി മൊബിക്സ് 1 ആണ് പറയുന്നത്. ഈ മൊബിക്സ് 1 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. നമ്മൾ എന്താ പറഞ്ഞത്? ക്യു ആർ എസ് പി ആർ ഇന്റർവൽ എത്ര ആയിരിക്കണമെന്നാണ് പറഞ്ഞത്? പോയിന്റ് മാക്സിമം 0.2 അല്ലേ? നമ്മൾ ഒരു പേഷ്യൻ്റ് ഇ സി ജി എടുത്ത് വളരെ ഷാർപ്പായിട്ട് നോക്കുമ്പോൾ അത് 0.24 ആണ് കണ്ട്. തൊട്ടടുത്ത ലീഡിലേക്ക് പോകുമ്പോൾ പി ആർ ഇന്റർവല് 0.28 ആണെന്ന് കണ്ട്. അടുത്തതിലേക്ക് നോക്കുമ്പോൾ 0.32 ആണെന്ന് കണ്ടു. അടുത്തതിലേക്ക് നോക്കുമ്പോൾ ക്യു ആർ എസ് കോംപ്ലക്സ് കാണുന്നില്ല. എന്താണ് മൊബിക്സ് 2ഉം മൊബിക്സ് 1ഉം തമ്മിലുള്ള വ്യത്യാസം? പറഞ്ഞു. മൊബിക്സ് 2 പി ആർ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും. പി ആർ ഇന്റർവൽ കോൺസ്റ്റന്റ് ആയിരിക്കും, പ്രൊലോങ്ഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ പ്രൊലോങ്ഡ് ആണ്, ഗ്രാജുവലി ഇൻക്രീസിങ് ആണ്. അതാണ് 0.24 നിന്ന് 0.28ലേക്കും അത് 0.32ലേക്കും ഇൻക്രീസ് ചെയ്തിട്ട് അതിനുശേഷം ഒരു ക്യു ആർ എസ് കോംപ്ലക്സ് മിസ്സാവുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മൊബിക്സ് 2ഉം മൊബിക്സ് 1ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഞാൻ ഇതിന് ശേഷം ഒരു കഥ പറയാം, അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പം ഈ പറഞ്ഞത് മനസ്സിലായോ? ഇത് ഓർത്തിരിക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നോക്കിയപ്പോൾ പി ആർ ഇന്റർവൽ 0.3 ആയിരുന്നു, അടുത്ത ലീഡിലും 0.3 ആണ്. അങ്ങനെ ഒരു 2-3 ലീഡ് കഴിഞ്ഞതിന് ശേഷം ക്യു ആർ എസ് കോംപ്ലക്സ് ഇല്ല. ഇവിടുത്തെ കേസിൽ 0.24 തുടങ്ങുന്നത്, അത് 0.28 ആയി, ദെൻ 0.32 ആയി, ദെൻ ക്യു ആർ എസ് കോംപ്ലക്സ് ഇല്ല. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി നമുക്കതൊന്ന് കാണാം. ഇതാണ് ആ ഒരു വെങ്കി ബാക്ക് ഫിനോമിനൺ അല്ലെങ്കിൽ മൊബിക്സ് 1 എന്ന് പറയുന്നത്. ഇവിടെ പി ആർ ഇന്റർവൽ നോക്കിയാൽ നിങ്ങൾ ഈ ഭാഗത്തോട്ട് നോക്കിയാൽ മതി. ഇവിടുത്തെ പി ആർ ഇന്റർവൽ കൂടുതലാണ്, അത് ഇത്തിരിയും കൂടെ കൂടുതലാണ്, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടുതലാണ്. ഇവിടെ വന്നപ്പോൾ എന്തില്ല? ക്യു ആർ എസ് കോംപ്ലക്സ് ഇല്ല, അല്ലേ? ഇതിനെയാണ് മൊബിക്സ് 1 അല്ലേ വെങ്കി ബാക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? അടുത്തൊരു ഇമേജും കൂടെ കാണാം. ഇവിടെയൊക്കെ നോക്കാം നിങ്ങൾക്ക്. എന്തായിരുന്നു പി ആർ ഇന്റർവൽ? പിയുടെ തുടക്കം തൊട്ട് ക്യു ആർ എസ് കോംപ്ലക്സ് വരെ. അടുത്തയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വീണ്ടും കൂടിയിട്ടുണ്ട്. അടുത്തയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വീണ്ടും കൂടിയിട്ടുണ്ട്. അടുത്തയിലേക്ക് വരുമ്പോൾ എന്താ ഉള്ളത്? ക്യു ആർ എസ് കോംപ്ലക്സ് കാണുന്നില്ല. പിടിയിട്ടോ? അപ്പം മൊബിക്സ് 1 വെങ്കി ബാക്ക് ഫിനോമിനോൺ നമുക്ക് വേണമെങ്കിലും കണ്ടുപിടിച്ചൂടെ? പറ്റുമോ ഇല്ലയോ? ഈസി ആണല്ലോ. ഇനി ലാസ്റ്റ് ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. ഇനി മറ്റേത് വളരെ ഈസിയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ അസോസിയേഷൻ ബിറ്റ്വീൻ പി വേവ് ആൻഡ് ക്യു ആർ എസ് കോംപ്ലക്സ്. ആദ്യം ഒരു പി വേവ് വരും, അത് കഴിഞ്ഞ് ചിലപ്പോൾ ടി വേവ് ആയിരിക്കും വരുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം ക്യു ആർ എസ് കോംപ്ലക്സ് ആയിരിക്കും വരുന്നത്.
അതിനുശേഷം വരുന്നത് പി വേവ് ആയിരിക്കും. ഏതെങ്കിലും വേവുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ടോട്ടലി ഡിസോർഡേറ്റ്. ഇതിനെ ഏട്രിയോ വെൻട്രിക്കുലാർ ഡിസോസിയേഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ലീഡ് കാണുവാണെങ്കിൽ, ഇതാണ് അതിൻ്റെ പാറ്റേൺ. ഇങ്ങനെ ഒരു ലീഡ് കാണുവാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് 3rd ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിനെയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഞാൻ ഇനി പറയാമെന്ന് പറഞ്ഞ കഥ പറയട്ടെ. എല്ലാവരും റെഡിയാണോ കഥ കേൾക്കാൻ? ആണോ? ശരി, കഥ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പി വേവ് ഉണ്ടല്ലോ, ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡിഗ്രിയെ പറ്റി പറയുകയാണ്. നമ്മുടെ പി വേവും QRS കോംപ്ലക്സ്. പി വേവ് ഒരു പെൺകുട്ടിയാണ്, QRS കോംപ്ലക്സ് ഒരു ആൺകുട്ടിയാണ്. ഹൈറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു. ഈ ഹസ്ബൻഡ് ജോലിക്ക് പോകും. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് 5 മണി കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞതിന് ശേഷം ഒരു 5:30 ആകുമ്പോൾ പുള്ളി വീട്ടിലെത്തും. ആദ്യത്തെ ആഴ്ച വളരെ സന്തോഷം, വളരെ സൗഖ്യത്തോടു കൂടി ആ ഫാമിലി പോയി. അടുത്ത ആഴ്ച ആയപ്പോൾ 5 മണിക്ക് ജോലി കഴിയുമെന്ന് ഈ വ്യക്തിക്ക് അറിയാം, വൈഫിന് അറിയാം. പക്ഷെ ആശാൻ എത്തുന്നത് 8 മണിക്കാണ്. എവിടാ പോകുന്നതെന്നുള്ള കൃത്യമായ ഒരു കാര്യം പുള്ളി പറയുന്നില്ല. ഇതാണ് ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക്. അവിടെ ഒരു പ്രശ്നം തുടങ്ങിയോ? തുടങ്ങിയോ ഇല്ലയോ? 5:30 എത്തേണ്ട വ്യക്തി എല്ലാ ദിവസവും 8 മണിക്കാണ് എത്തുന്നത്. രണ്ടാമത്തെ ആഴ്ചയിലെ ഈവൻ്റ് ഇതാ. ഇനി അത് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് വന്നപ്പോഴത്തേക്ക് വിഷയം എന്തുവാണെന്നറിയാമോ? ആ ആഴ്ചയിൽ ആദ്യത്തെ 3 ദിവസം 8 മണിക്ക് വന്നിട്ട് 4-ാമത്തെ ദിവസം ആശാൻ വരുന്നില്ല. 5-ാമത്തെ ദിവസം വീണ്ടും വന്നു 8 മണിക്ക്. 6-ാമത്തെ ദിവസം വീണ്ടും വന്നു 8 മണിക്ക്. 7-ാമത്തെ ദിവസം ആശാൻ വരുന്നില്ല രാത്രിയിൽ. ഇതാണ് എന്ത്? മൊബിക്സ് 2 ഫിക്സഡ് ഓർ ക്ലാസിക്കൽ AV ബ്ലോക്ക്. ഞാൻ അടുത്ത പറയട്ടെ, മൊബിക്സ് 1. അതിൻ്റെ അടുത്ത ആഴ്ച ആയപ്പോഴത്തേക്ക് ആശാൻ 6 മണിക്ക് വന്നു. ഇവർക്ക് സന്തോഷമായി. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം 7 മണിക്ക് വന്നു. തൊട്ടടുത്ത ദിവസം 8 മണിക്ക് വന്നു. തൊട്ടടുത്ത ദിവസം പുള്ളിക്കാരൻ വന്നില്ല. ഇതാണ് മൊബിക്സ് 1 ടൈപ്പ്. ക്ലിയർ ആയോ? ഇടി നടക്കുമോ ആ കുടുംബത്തിൽ? വൈഫ് പിന്നെ പുള്ളിയെ കാത്തിരിക്കുമോ? ഇല്ല. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹസ്ബൻഡ് രാത്രിയിൽ 8 മണിയാകുമ്പോൾ വരുന്നു, വൈഫ് വീട്ടിലില്ല. വൈഫ് രാവിലെ 8 മണിക്ക് വരുന്നു, ഹസ്ബൻഡ് വീട്ടിലില്ല. ഹസ്ബൻഡ് 5 മണിക്ക് വരുന്നു, വൈഫ് വീട്ടിലില്ല. കംപ്ലീറ്റ്ലി ഡിസോർഡേഡ്. രണ്ടുപേരും രണ്ട് വഴിക്കും. ഇതാണ് 3rd ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. ക്ലിയർ ആയോ? ഇതിൽ കൂടുതൽ സിങ്ക് ചെയ്ത് ഇതിനി പഠിപ്പിക്കാൻ പറ്റത്തില്ല എവിടെ പോയാലും. ബാക്കി എല്ലാം മറന്നു പോയാലും ഇവരുടെ ഈ വരവും പോക്കും ഒന്ന് ഓർത്തു വെച്ചാൽ ഈ ഹാർട്ട് ബ്ലോക്ക് ഒരു കാലത്തും മറക്കത്തില്ല. ക്ലിയർ ആയോ ഇല്ലയോ? ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞത് ആദ്യം ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 8 മണി. 5 മണിക്ക് വരേണ്ട ആള് 8 മണിയാകുമ്പോഴാണ് വരുന്നത്. മൊബിക്സ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം 8 മണിക്ക് വന്നിട്ട് ഒരു ദിവസം വരുന്നില്ല. മൊബിക്സ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആദ്യം 6 മണിക്ക് വന്നു, പിന്നെ 8 മണിക്ക് വന്നു, പിന്നെ 10 മണിക്ക് വന്നു, അടുത്ത ദിവസമില്ല.
ദെൻ തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് വരുമ്പോൾ ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് വരുമ്പോൾ വൈഫ് ഇല്ല. കംപ്ലീറ്റ്ലി ഡിസോർഡേഡ്. എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ കൃത്യമായിട്ട് ഗ്രൂപ്പിലിടുക. സാർ ECG വെച്ചൊന്നുകൂടെ പറഞ്ഞു തരാമോ? ഏതാ? ECG വെച്ച് ഒന്നുകൂടെ ദാ, ഒന്ന് കാണിച്ചു തരാമോ? അതാ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഡിഗ്രി നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് തന്നെ നോക്കാം. ഫസ്റ്റ് ഡിഗ്രിയിൽ PR ഇൻ്റർവൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കൃത്യമായിട്ട് ഗ്രാഫ് വിസിബിൾ അല്ലാത്തതുകൊണ്ടല്ല നമുക്ക് എടുക്കാൻ പറ്റാത്തത് 0.34 സെക്കൻഡാണ്. ഈ 0.34 സെക്കൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. QRS കോംപ്ലക്സ് അവിടെ ഡ്രോപ്പ് ആവുന്നുണ്ടോ? ഉണ്ടോ ഫസ്റ്റ് ഡിഗ്രിയിൽ? ഇല്ല. സെക്കൻഡ് ഡിഗ്രി ആകുമ്പോൾ മാത്രമേ എന്ത് ഡ്രോപ്പ് ആകത്തുള്ളൂ? QRS കോംപ്ലക്സ് ബ്ലോക്ക് ആകത്തുള്ളൂ. അവിടെ നോക്കിയേ, സെക്കൻഡ് ഡിഗ്രിയിൽ മൊബിക്സ് 2 ടൈപ്പിൽ PR ഇൻ്റർവൽ പ്രൊലോങ്ഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 8 മണിക്ക് വരുന്നു എന്ന് പറഞ്ഞ സംഭവം. PR ഇൻ്റർവൽ 0.30 ആണ്, 0.30 ആണ്, 0.30 ആണ്. ദെൻ ഒരു ദിവസം ആളില്ല. ആരില്ല? QRS കോംപ്ലക്സ് ഇല്ല. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഇവിടെ നോക്കിയോളൂ. മൊബിക്സ് 1 ആകുമ്പോഴത്തേക്ക് PR ഇൻ്റർവൽ ഇത്രയാണ്. ചിലപ്പോൾ 0.24 സെക്കൻഡ് ആവും, അത് 0.28 സെക്കൻഡായി, അത് 0.32 സെക്കൻഡായി. ദെൻ നെക്സ്റ്റ് അതർ ഡേ ഒന്നുമില്ല, QRS കോംപ്ലക്സ് ഇല്ല. ഗ്രാജുവലി ഇൻക്രീസിങ് ആൻഡ് ഡ്രോപ്പിംഗ് ഓഫ് QRS കോംപ്ലക്സ്. ഇതാണ് എന്ത്? മൊബിക്സ് 1 അല്ലെങ്കിൽ വെങ്കി ബാക്ക് ഫിനോമിനൻ. ഓക്കെ ആയോ? ഓക്കെ. ശരി. ഇനി അടുത്തത് നമ്മുടെ കംപ്ലീറ്റ് ഡിസോസിയേഷൻ. ഇവിടെ ഒരു QRS കോംപ്ലക്സ് എൻ്റെ ഒരു R വേവ് നമുക്ക് കാണാം, പിന്നെ ഒരു T വേവ് കാണാം, പിന്നെ ഒരു P വേവ് കാണാം, പിന്നെ വീണ്ടും ഒരു P വേവ് കാണാം. ദെൻ ഒരു R വേവ് കാണുന്നു, ദെൻ ഹൈറ്റ് കൂടിയ ഒരു T വേവ് കാണുന്നു, പിന്നെ ഒരു P വേവ്, പിന്നെ ഒരു P വേവ്. കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ഒരു ECG പാറ്റേൺ. ഇത് കണ്ടുവരുന്ന ഏത് പാറ്റേണിലാണ്? തേർഡ് ഡിഗ്രി AV ബ്ലോക്ക്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ശരി. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഒരു പരിധിവരെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ? ഓക്കെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഓക്കെ. എന്തായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ വേറെ അല്ലാതൊക്കെ പഠിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പാടായിരിക്കും മനസ്സിലാക്കി എടുക്കാനും. അതേപോലെ ഇങ്ങനെ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കില്ല. പരീക്ഷ ഹാളിൽ വെച്ചായാലും അല്ലാതെ ക്ലിനിക്ക് വെച്ചായാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാനും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഒരു താല്പര്യമൊക്കെ വന്നു തുടങ്ങും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ. അപ്പോൾ വൺസ് ഫോർ താങ്ക് യു ഓൾ. ഓക്കെ അർജുൻ, താങ്ക് യു. Thank you, sir. ഓക്കെ, താങ്ക് യു. Hello, sir. പറഞ്ഞു. സാർ, ഈ SSC ഈ അടുത്തിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നില്ലായിരുന്നു സാർ? SSC എക്സാമിന് മീൻസ് ഇന്നാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ, മറ്റേ ജൂണിൽ വരുന്ന എക്സാം. അതെ. അത് പക്ഷെ നഴ്സിംഗ് സിലബസുമായിട്ടല്ലല്ലോ മീൻസ് റിലേറ്റബിൾ. മൊത്തം ഈ എന്തുവാ ജനറൽ നോളജ് പിന്നെ ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെയല്ലേ സാർ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? അല്ല, നഴ്സിംഗ് സബ്ജക്റ്റും ഉണ്ട് അതിനകത്ത്. 50-50 ആണ്. 50% GK വരുന്നത്. അതിൻ്റെ സിലബസ്
എൻ്റെ കൂട്ടത്തിൽ വന്നോന്ന് അറിഞ്ഞൂടാ. നേരത്തെ സിലബസ്